ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലരും നാമങ്ങളൊക്കെ ജപിക്കാറുണ്ട്. അതിലൊക്കെ ഏറെ വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറെ പേരും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പേറി കഴിയുന്നവരാണ്. അതിൽ നിന്ന് മാറ്റങ്ങൾ നേടാനും നമ്മുടെ പലവിധ ബുദ്ധിമുട്ടുകൾ മാറി സന്തോഷകരമായ ഒരു ജീവിത വിജയം നേടാനും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റം ഉണ്ടായി ജീവിത പുരോഗതി ഉണ്ടാകുന്നതാണ്. അത്ര വിശേഷപ്പെട്ട മന്ത്രമാണ് ഇത്. ഒരുപാട് മന്ത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ അത്ര വിശേഷപ്പെട്ട മന്ത്രം എന്നു തന്നെ ഇതിനെ പറയാം. ഈ മന്ത്രം 12 തവണയോ 36 തവണയോ മുടങ്ങാതെ ദിവസവും ജപിച്ചാൽ ഒരു മാസം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഭവനത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അറിയാൻ പറ്റും. വിഷ്ണുവിൻ്റെ അതിപ്രസിദ്ധമായ മന്ത്രമായ ദ്വാദശാക്ഷരി മന്ത്രത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ ഭവനത്തിലെ എത്ര കടദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടാണെങ്കിലും അതിനെ മാറ്റം ഉണ്ടാകുമെന്ന് തീർത്തു പറയാം. ഇത് നിത്യവും രാവിലെയും വൈകുന്നേരവും കുളിച്ച് ശുദ്ധമായി ജപിക്കുക. ഈ ദ്വാദശാക്ഷരി വളരെയേറെ ശക്തിയേറിയതും അതുപോലെ അതിവിശിഷ്ടമായതുമായ മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം. ഇത് നിത്യവും 12 തവണയാണ് ജപിക്കേണ്ടത്. വിഷ്ണുവിൻ്റെ സഹസ്രനാമം പോലെ തന്നെ വിശിഷ്ടമായ മന്ത്രമാണ് ഇത്. ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിന് 12 അക്ഷരമാണ്. അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ, അതാണ് ദ്വാദശാക്ഷരി മന്ത്രം. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. അതുപോലെ തന്നെ വളരെ വിശേഷപ്പെട്ട മന്ത്രവുമാണ് ഇത്. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യം പോലെ എന്നു തന്നെ പറയാം ഈ ദ്വാദശാക്ഷരി മന്ത്രം. ഈ മന്ത്രം ദിവസേന ജപിക്കുന്നത് അത്ര ഉത്തമമാണ്. ഇത് നമ്മൾ ജപിക്കുന്നതിലൂടെ എത്ര രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർ ആണെങ്കിലും അതിൽ അവരുടെ രോഗങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരുപാട് മാറ്റമുണ്ടാകും. വീട്ടിലെ സകലവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും മാറി എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നമ്മൾക്ക് നൽകും. നമ്മുടെ വീട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്നതായി തന്നെ നമ്മൾക്ക് കാണാൻ കഴിയും. ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് പ്രത്യേക നിഷ്ഠകളൊന്നും നമ്മൾക്കില്ല. പക്ഷേങ്കിൽ നമ്മൾ ജപിക്കുമ്പോൾ കുളിച്ചതിന് ശേഷം ശുദ്ധവൃത്തിയായി ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും ഫലം ഇരട്ടിയാണ്. ഭഗവാന് മഹാവിഷ്ണു സംരക്ഷണത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ദൈവമാണ്. അതുപോലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നമ്മൾക്ക് മോക്ഷം നൽകുന്നതും ഭഗവാനാണ്. ഈശ്വരൻ തന്നോട് കൂടെയുണ്ട് എന്നു തോന്നിപ്പിക്കുന്ന മന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരി മന്ത്രം. 12 അക്ഷരങ്ങൾ അടങ്ങിയ ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഭഗവാന്റെ ഓരോ നാമങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ നാമങ്ങൾ ഇങ്ങനെയാണ്: കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശ്, പത്മനാഭൻ, ദാമോദരൻ എന്നീ 12 നാമങ്ങളാണ് ദ്വാദശാക്ഷരി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഭഗവാന്റെ ഈ ദ്വാദശ നാമങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഭഗവാന്റെ ഈ ദ്വാദശ നാമങ്ങൾ കൂടി ജപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇരട്ടി ഫലം കിട്ടും. ഈ ദ്വാദശ നാമങ്ങൾക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട്. ഇത് ജപിക്കുന്നതിലൂടെ നമ്മുടെ ഗ്രഹപ്പിഴ ദോഷങ്ങൾ മാറുകയും എത്ര രോഗാദി ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും മാനസിക വിഷമങ്ങളാലും ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഈ നാമങ്ങൾ ജപിച്ചാൽ നമ്മൾക്ക് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭഗവാൻ നിങ്ങളുടെ മാറ്റങ്ങൾക്കുള്ള വഴി കണ്ടെത്തി തരിക തന്നെ ചെയ്യും. നമ്മൾ ഈ നാമം പൂർണ്ണമായും ഭക്തിയോടുകൂടിയും ഭഗവാനിൽ അർപ്പിച്ച് ജപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പൂർണ്ണ ഫലം കിട്ടുന്ന ഒരു നാമം തന്നെയാണ് ഇത്. ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ പൂർണ്ണ ഫലം നമ്മൾക്ക് തരുമെന്ന് തന്നെയുള്ള വിശ്വാസം നമ്മൾക്ക് എപ്പോഴും വേണം. ഭഗവാനെ ആരൊക്കെ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടുകൂടിയും ഒരിക്കലും നമ്മളെ ദൈവം കൈവെടിയുകയില്ല. ഇനി ഈ നാമം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നമ്മൾക്ക് നോക്കാം. നല്ല ഭക്തിയോടുകൂടി നമ്മൾക്ക് എന്താണോ സാധിച്ചു കിട്ടേണ്ടത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ഭഗവാൻ ഇത് എനിക്ക് നടത്തി തരണമേ എന്ന് വിചാരിച്ച് ഈ നാമം ഇങ്ങനെ ചൊല്ലിത്തുടങ്ങുക. ആദ്യം നമ്മൾ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം ആദ്യം നമ്മൾ ജപിക്കണം. അതിന് ശേഷമേ നമ്മൾ ദ്വാദശ നാമം ചൊല്ലാവൂ. അപ്പോൾ ദ്വാദശാക്ഷരി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലിയതിന് ശേഷം മാത്രം നമ്മൾ ഭഗവാന്റെ അതിവിശിഷ്ടമായ ദ്വാദശ നാമം ജപിക്കുക. ആ ദ്വാദശ നാമം ഇതാണ്: ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ,
ഓം വിഷ്ണുവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഋഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ എന്നിങ്ങനെ ഉള്ള ഈ നാമങ്ങൾ നിത്യവും ജപിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലവിധ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതായി കാണാം. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണണം. നിങ്ങൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്